ഹലോ, ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് MN മോഡൽ എന്ന ബ്രാൻഡിൻ്റെ MN82 സീരീസിലെ ലാൻഡ് ക്രൂസർ 79 കാറാണ്. ഇതൊരു 1:12 RC സ്കെയിൽ കാറാണ്. ഒരു ഓഫ് റോഡ് 4x4 കാറാണെന്ന് പറയാം. ഇത് ഞാൻ മൈറ്റോയ്സ് എന്ന് പറഞ്ഞൊരു ദുബായ് ബേസ്ഡ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. കമ്പനി ടൊയോട്ട ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് വേറൊരിടത്തും ഞാൻ കണ്ടില്ല. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അത് കാണാനില്ല. അതുപോലെ ചൈനീസ് ബ്രാൻഡാണ് ഈ MN മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും എനിക്കൊരു ധാരണയില്ല ഇത് ഒഫീഷ്യലി ലൈസൻസ് പ്രോഡക്റ്റ് ആണോന്ന്. 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. MN82 ഡാർക്ക് റെഡ്, അതുപോലെ ഡെസേർട്ട് യെല്ലോ, പിന്നെ ഒരു MN82 പ്രോ എന്ന് പറഞ്ഞൊരു സിൽവർ മോഡലും വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഡെസേർട്ട് യെല്ലോ കാറിൻ്റെ ലുക്ക്. ഡെസേർട്ട് യെല്ലോ അത്യാവശ്യം നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു കാർ തന്നെയാണ്. ഞാൻ വാങ്ങിച്ചത് ഡാർക്ക് റെഡാണ്. എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാം എങ്ങനെയുണ്ട് കാർ. ഞാൻ ആക്ച്വലി ഇത് എടുക്കാനുള്ള മെയിൻ റീസൺ തന്നെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. കുറേ വീഡിയോസും ഫോട്ടോസിലെല്ലാം അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് തന്നെ ഉണ്ട് ഈ ഒരു കാറിന്. അപ്പോൾ പിന്നെ ഇവരുടെ തന്നെ ഒരു ഡിഫൻഡർ സീരീസിൽ വരുന്ന ഒരു കാറും ഞാൻ കണ്ടായിരുന്നു. ബട്ട് അതിനേക്കാളും എനിക്ക് ടൊയോട്ട ലാൻഡ് ക്രൂസർ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. ഒറിജിനൽ കാറ് വെച്ച് നോക്കുമ്പോൾ ഒറിജിനൽ കാറ് ഒരു 70s ഇറങ്ങിയ ലാൻഡ് ക്രൂസർ നമ്മുടെ നാട്ടിൽ കാണുന്ന ലാൻഡ് ക്രൂസർ പോലെയല്ല. അതൊരു ട്രക്ക് മോഡലാണ്. ഞാൻ വാങ്ങിച്ചൊരു ട്രക്ക് മോഡലാണ്. അത് പറയാൻ വിട്ടുപോയി. കാറല്ല, ഇതൊരു പിക്കപ്പ് ട്രക്കാണ്. 1980s ഇറങ്ങിയൊരു ഓഫ് റോഡ്, ടൊയോട്ട ഉദ്ദേശിച്ച് തന്നെ ഓഫ് റോഡ് അഡ്വഞ്ചർ പ്ലസ് മിലിറ്ററി പർപ്പസിന് വേണ്ടി കൂടുതലും ഫോക്കസ് ചെയ്ത് ഇറക്കിയൊരു കാറാണ്. ഇപ്പോഴും ഈ കാറ് ഈ ഒരു പിക്കപ്പ് പ്രൊഡക്ഷനിലുണ്ട്. റിയൽ കാറിൽ വരുന്നൊരു 4.5 ലിറ്റർ V8 ഡീസൽ എഞ്ചിനാണ് വരുന്നത്. പിന്നെ നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു പാക്കറ്റിൽ ഇതിൻ്റെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും അതുപോലെ ചാർജറും പിന്നെ മാനുവലൊക്കെ കിട്ടും. ഇത് ബേസിക് ഞാൻ പറഞ്ഞില്ല. ഇതിന് മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇതിൻ്റെ പ്രൈസിങ് ആണ്. ഇത് വരുന്നത് എനിക്ക് കിട്ടിയത് 3500, നാട്ടിലെ 3500 റുപ്പീസിനാണ്. അപ്പം ആ ഒരു പ്രൈസിന് നോക്കുമ്പോൾ നമുക്ക് ഇത്ര എക്സ്പെക്റ്റ് ചെയ്താൽ മതി. കാരണം ഇതൊരു ടോയ് ഗ്രേഡ് RC ആണ്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ബട്ട് ഡീറ്റെയിലിംഗ് വൈസ് എനിക്ക് ഞാൻ നല്ല സാറ്റിസ്ഫൈഡും ആയിരുന്നു. പിന്നെ ഇത് അത്യാവശ്യം കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആക്സസറീസും എൻ്റെ കൂടെ കിട്ടും. അതുപോലെ ഇതിനൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ അതുപോലെ താഴെ ലിങ്കിലും ഞാൻ നോട്ട് ചെയ്യാം. ചാർജർ വരുന്നൊരു BMS ഒക്കെ ഉള്ള ഒരു നോർമൽ ചാർജർ തന്നെയാണ് വരുന്നത്. കാരണം നമുക്കിനി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അധികം വെയിറ്റ് ഒന്നുമില്ല. നോർമൽ ഒരു ഡൈകാസ്റ്റ് ഒരു 1:12 ഡൈകാസ്റ്റൊക്കെ എടുത്താലുള്ളത് വെയിറ്റൊക്കെ വരുന്നുള്ളൂ. കൂടുതലും അങ്ങ് ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല. പക്ഷേ ഇതൊരു 1:12 ആണെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. കണ്ടിട്ടൊരു 1:15 ആ ഒരു സൈസൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ ഡീറ്റെയിലിംഗ്, ഫ്രണ്ട് ഗ്രില്ല് ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് തന്നെയുണ്ട്. പിന്നെ സൈഡ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ നേരത്തെ കാണിച്ച കവറിലെ ആക്സസറീസും കൂടെ വെക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ലുക്കാവും. ഈ ബാക്കിലെ ഈ ട്രക്ക് ബെഡിൻ്റെ ഈ ടൊയോട്ട ബ്രാൻഡിങ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത് ഭയങ്കര റിയലിസ്റ്റിക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കാറിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടും ഇത് തന്നെയാണ്. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നല്ലൊരു വാല്യൂ ഫോർ മണി പിക്കപ്പ് തന്നെയാണ്. ടോപ്പ് വ്യൂവും കൊള്ളാം, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ട്രക്ക് ബെഡും അതേപോലെ ഡീറ്റെയിൽഡ് ആണ്. പിന്നെ നമുക്കിതിൻ്റെ മോട്ടോർ സൈഡൊക്കെ കൂടുതലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊരു നോർമൽ ചൈനീസ് ടോയ് ആയതുകൊണ്ട് ആ ഒരു ഇത് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ എനിക്ക് ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് ഈ പ്ലാസ്റ്റിക് നമ്മുടെ ആക്സിലല്ലേ, നമ്മൾ ഓഫ് റോഡൊക്കെ നല്ല കല്ല് വന്ന് തട്ടിയ പൊട്ടാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. പക്ഷേ കൊള്ളാം. പിന്നെ സെർവോ മോട്ടർ, 3-way സെർവോ മോട്ടറുണ്ട്. പിന്നെ ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സെർവോ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് റിമോട്ടിൽ കൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് മുമ്പ് എൻ്റെ കയ്യിലിരുന്ന RC കാറിൽ നമുക്ക് ഇതിൻ്റെ കാറിൻ്റെ അടിയിലുള്ള ഒരു അഡ്ജസ്റ്ററുണ്ട്, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. ഇത് പക്ഷേ അങ്ങനെയല്ല.
പിന്നെ ഇതിൽ ബാക്കിലൊരു ലീഫ് സ്പ്രിങ് സസ്പെൻഷൻ വരുന്നുണ്ട്. അതൊരു കുറച്ചും കൂടെ കട്ടിക്കൂട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫ്രണ്ടിലില്ല, ബാക്കിലൊരു ലീഫ് സ്പ്രിങ് പ്ലസ് ആ നോർമൽ സ്പ്രിങ് സസ്പെൻഷനും വരുമ്പോൾ കുറച്ചും കൂടെ സ്റ്റിഫാക്കിയിട്ടുണ്ട് കാറിൻ്റെ. ഓഫ് റോഡ് ഓടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം അത് അതിനെ എഫക്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ലീഫ് സ്പ്രിങ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ലീഫ് സ്പ്രിങ് എന്ന് പറയുമ്പോൾ 5-6 മെറ്റൽ പ്ലേറ്റ്സ് വെച്ചിട്ടുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ്. അത് നമുക്ക് എൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് വെച്ചാൽ കംഫർട്ട് കുറവായിരിക്കും, ബട്ട് കുറച്ചും കൂടെ വലിയ ലോഡ് താങ്ങാനും പറ്റും. അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു സ്പ്രിങ്ങാണ്. നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. കുറച്ച് ഇതിലിപ്പോൾ പ്ലാസ്റ്റിക് പീസസാണ്, ഒരു മെയിൻ മെറ്റൽ പീസും പിന്നെ അതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് പീസ് വരുന്നത് ഇതാണ്. പിന്നെ അകത്തൊക്കെ നോക്കുമ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇതാണ് റിമോട്ട് വരുന്നത്. അപ്പോൾ റിമോട്ട് ആക്ച്വലി ഒരു AA ബാറ്ററീസിലാണ് വർക്ക് ചെയ്യുന്നത്. 2 AA ബാറ്ററീസും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ബട്ട് ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ട് തന്നെയാണ്. അത്യാവശ്യം ഒരു 3 ബട്ടൺസ് ഉണ്ട്, ബാക്കി 2 ചുമ്മാ വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സെർവോ മോട്ടർ അഡ്ജസ്റ്റർ. ഇൻ കേസ് എവിടെയെങ്കിലും പോയി തട്ടിയോ അല്ലെങ്കിൽ ഓഫ് റോഡ് ഓടിച്ചോണ്ടുമ്പം ആ ഒരു സെർവോയുടെ അലൈൻമെൻറ്റ് മാറുവാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ താഴെ ലൈറ്റ് ഓഫും ഓണും പിന്നെ അതുപോലെ ട്രാക്ഷൻ കൺട്രോളും സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള ബട്ടനാണ്. പിന്നെ അതുപോലെ ലെഫ്റ്റ് സൈഡുള്ളത് ട്രാക്ഷൻ കൺട്രോളാണ്. പിന്നെ ഓൺ ഓഫ് ബട്ടൺ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കൺട്രോളറിൽ നമുക്ക് തം കൺട്രോളും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു സിംഗിൾ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംഗിൾ ഹാൻഡിൽ ഓട്ടിച്ചിട്ട് നമുക്ക് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ബട്ട് നോർമലി ഈ ഒരു പ്രൈസിന് വരുന്ന മിക്ക കാറിനും നമുക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം കാണത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും. കൺട്രോളും റെക്കോർഡിങ്ങും ഒരേ സമയത്തൊന്നും ഭയങ്കര പാടായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് ഒരു രക്ഷയില്ല. ഫ്രണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എപ്പോൾ നോക്കിയാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. പിന്നെ ഇത് ഓണാക്കുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്. ഇത് ലൈറ്റ് കത്തും. പിന്നെ അതുപോലെ ഇത് സിങ്ക് ആവുന്നതാണ്. നമ്മുടെ ട്രാൻസ്മിറ്ററും എമിറ്ററും തമ്മിലുള്ള ഒരു കണക്ഷൻ സിങ്ക് ആവുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സാണ് ഈ ലൈറ്റിൽ സൂചിപ്പിക്കുന്നത്. നമുക്കിനി ഒന്ന് റിമോട്ട് ഓണാക്കി നോക്കാം. ഓക്കെ. അപ്പോൾ റിമോട്ട് ഓൺ ആക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ കളർ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ്. അപ്പം ഇത് കണക്റ്റ് ആവുന്നുണ്ടതാണല്ലേ. അപ്പോൾ ഇത് ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലൈറ്റ് ഓൺ ഓഫ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാം. പിന്നെ വണ്ടി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സിംഗിൾ മോട്ടർ നടുക്കൊണ്ട് 2 ഡ്രൈവ് ഷാഫ്റ്റിനെയും പവർ ചെയ്യുന്നത് അതാണ്. അങ്ങനെ നമുക്കിതിനെ 4x4 ആക്കാൻ പറ്റും. ഇപ്പോൾ 4x4 ആണ് ആക്ച്വലി. 4x4 ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഇത്രയാണ് ഈ കാറിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനി നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇതിൻ്റെ ആക്സസറീസ് എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്കിതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോണറ്റിൻ്റെ അകത്താണ് ബാറ്ററി വരുന്നത്. ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പ്രൈസിൽ വരുന്ന ബാക്കി RC ക്രോളേഴ്സിലൊക്കെ ബാറ്ററി വരുന്നത് താഴെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ബാറ്ററി മാറ്റാനും അങ്ങനെയുള്ളൊരു ഇഷ്യൂസ് ഉണ്ട്. കുറച്ച് പാടാണ്. അതുപോലെ സ്ക്രൂ സിസ്റ്റം ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈച്ച് ടൈം സ്ക്രൂ ഊരി വീണ്ടും ബാറ്ററി റീപ്ലേസ് ചെയ്ത് അങ്ങനെയുള്ളൊരു പാടായിരിക്കും. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. പിന്നെ ഇതിൽ വരുന്നൊരു 500 mAh 7.4 വോൾട്ട് ബാറ്ററിയാണ്. അപ്പം 500 mAh ആണെങ്കിലും നമുക്കൊരു പ്ലേ ടൈം ഒരു 30 minutes ഒക്കെ കിട്ടും. എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം വെച്ചപ്പോൾ വണ്ടിയുടെ ലുക്ക് ഫുള്ളായിട്ടങ്ങ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററും പിന്നെ അതുപോലെ ഫ്യൂവൽ ക്യാപ്സും വെച്ചു, പിന്നെ ഫോക്ക് ലാമ്പ് വെച്ചു. അപ്പോൾ ഇതെല്ലാം വെച്ചപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്കങ്ങ് കംപ്ലീറ്റ്ലി മാറി. പിന്നെ നമ്മുടെ ഡോർ ഹാൻഡിലൊക്കെ വെച്ചപ്പോൾ നല്ല ഒരു റിയലിസ്റ്റിക് ലുക്കുണ്ട്. ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം കാണാൻ നല്ല രസമായിരിക്കും ഇത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ ഓഫ് റോഡ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വെയിറ്റ് കുറവാണ്, വണ്ടിയുടെ വെയിറ്റ് അത്യാവശ്യം കുറവായതുകൊണ്ട് ലൈക്ക് കുറച്ച് പാടാണ് ചില ഒബ്സ്റ്റക്കിൾസ് കയറാൻ. അതുപോലെ ആ സസ്പെൻഷൻ, ഞാൻ പറഞ്ഞ ഒരു ലീഫ് സ്പ്രിങ് സസ്പെൻഷൻ വന്നപ്പോൾ ഇത് കുറച്ചും കൂടെ പാടാക്കി വണ്ടിയുടെ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റിയെ. ബട്ട് നമുക്ക് കുറച്ച് വെയിറ്റൊക്കെ ഇതിന് ബാക്കിൽ ട്രക്ക് ബെഡിൽ വെച്ചാൽ ഇത് കുറച്ചും കൂടെ നല്ല പെർഫോമൻസ് കിട്ടും. ഞാൻ അതുപോലെ നേരത്തെ പറയാൻ വിട്ടു ഒരു കാര്യം, ഇതിൻ്റെ ടയേഴ്സാണ്. ടയേഴ്സ് അത്രയ്ക്ക് സോഫ്റ്റ് അല്ല, ഒരു മീഡിയം സോഫ്റ്റ് കോമ്പൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ട്രാക്ഷൻ ചില ഏരിയയിൽ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. എനിക്ക് റോക്സൊക്കെ കയറുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നി. പക്ഷേ ഇതിൽ ക്രോളിംഗ് മോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഓക്കെ ആണ്. ഇത്രയാണ് എനിക്ക് കാറിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻസായിട്ട് അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.